കുട്ടികളും ഒരേ നിലവാരത്തിലാണ് വളരുന്നത്. അതിനുശേഷം ഒരു 8 വയസ്സാകുമ്പോഴത്തേനും, ഇപ്പോഴേ 7 വയസ്സാകുമ്പോഴത്തേനും പെൺകുട്ടികൾ പെട്ടെന്ന് പൊക്കം വയ്ക്കാൻ തുടങ്ങും. അതുപോലെ പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ തുടങ്ങും, പെട്ടെന്ന് അവരുടെ തൂക്കം കൂടും. അതിനുശേഷം ഒരു 18 വയസ്സ് വരെ പെൺകുട്ടികൾക്കായിരിക്കും വളർച്ച കൂടുതൽ. 18-19 ആകുമ്പോഴത്തേനും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പിന്നീട് വളർച്ച ഒരേ നിലയിലെത്തും. ഇപ്പൊ പെൺകുട്ടികൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഒന്ന് ആർത്തവം തുടങ്ങുക എന്നുള്ളത്. ആർത്തവം തുടങ്ങുന്നതിന് വൈദ്യഭാഷയിൽ നമ്മൾ മെനാർക്കി എന്ന് പറയും. മെനാർക്കി പണ്ട് കാലത്തിന് മലയാളത്തിൽ അതിന് ഋതുവാകുക, പുഷ്പിണിയാകുക, വയസ്സറിയിക്കുക എന്നൊക്കെ പറയുക. പണ്ട് കാലത്ത് അതൊരു വലിയ ആഘോഷമായിട്ട് നടക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ ചെറിയ കല്യാണം പോലെ ആളുകളെയൊക്കെ വിളിച്ച് സദ്യയൊക്കെ കൊടുക്കുക. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉൽപാദനക്ഷമത കൈവരിച്ചു എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു രീതിയായി. ഇപ്പോൾ നമ്മൾ അങ്ങനെ അറിയിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ കുട്ടിയും ഏത് പ്രായത്തിലാണ് ഋതുമതികളാകുമെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പണ്ട് കാലത്ത് എന്റെയൊക്കെ അമ്മയുടെ കാലത്ത്, എന്റെയൊക്കെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് 68 വയസ്സായി, അതിലൊരു 20 വയസ്സുകൂടി കൂടുതൽ പറയും. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ ഋതുമതികളായിരുന്നത് 15 വയസ്സിലാണ്. 15 വയസ്സ്. അത് കാലക്രമേണ 15, 14, 13, 12 എന്നൊക്കെ താഴോട്ട് വന്ന് ഇന്ന് എന്റെ കൊച്ചു മകള് 7ാമത്തെ വയസ്സിൽ ഋതുമതികളായി തീർന്നിരിക്കും. പക്ഷെ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും 7ാമത്തെ വയസ്സിലൊക്കെ ആദ്യമായിട്ട് മെനാർക്കി സംഭവിച്ചവരായി. അപ്പൊ അങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രായം കുറഞ്ഞു വരും. അതുപോലെ മറിച്ചും സംഭവിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്കൊക്കെ 45ാമത്തെ വയസ്സിൽ ആർത്തവം നിലച്ചെങ്കിൽ ഇക്കാലത്തുള്ള അമ്മമാർക്ക് 55 വയസ്സാണെങ്കിലും ആർത്തവം നിലയ്ക്കുന്നില്ല. ഇപ്പൊ പഴയ തലമുറ അല്ലെ അതിനു മുമ്പുള്ള തലമുറയും നിങ്ങളുടെ തലമുറയുമായിട്ടുള്ള വ്യത്യാസം, പഴയ അമ്മമാര് 15ാമത്തെ വയസ്സിൽ ഋതുമതിയാവുകയും 45ാമത്തെ വയസ്സിൽ അത് നിൽക്കുകയും ചെയ്ത് 30 കൊല്ലം മാത്രം ആർത്തവത്തിന് വിധേയരായവരാണെങ്കിൽ നിങ്ങളെ 10 മുതൽ 55 വയസ്സ് വരെ 45 കൊല്ലക്കാലം നിങ്ങൾക്ക് ആർത്തവം ഉണ്ടാകും. അതാണ് നിങ്ങളുടെ തലമുറയിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആൺകുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രതിഭാസമില്ല. മാസം തോറും രക്തം നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമില്ല. പെൺകുട്ടികളിൽ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. ആൺകുട്ടികളിൽ അതുകൊണ്ട് രക്തത്തിന്റെ ഹീമോഗ്ലോബിനിലെ കാര്യമായ വ്യത്യാസം വരത്തില്ല. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ തോത് എത്രയാണ്? 12 എത്രയാണ്? പെൺകുട്ടികൾക്ക് 12 എന്ന് പറയാം. നമ്മൾ ആൺകുട്ടികൾക്ക് അത് പറയില്ല. 13, 14 ആൺകുട്ടികൾക്കാണ്. പുരുഷന്മാരില് 13, 14 കാണും. സ്ത്രീകളില് അത് കുറച്ചുകൂടെ കുറവായിരിക്കും. 12, 13. അത് 10ൽ കുറയാൻ പാടില്ല. 10ൽ കുറയുകയാണെങ്കിൽ നമ്മൾ അതിന് അനീമിയ എന്ന് പറയും. അനീമിയ. അപ്പൊ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ തവണ ആർത്തവം വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ തോതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും നിങ്ങളുടെ ഡയറികൾ സൂക്ഷിക്കേണ്ടത്. ഡയറി എഴുതുന്ന എത്ര പേരുണ്ട്? ഡയറിയിൽ എന്തൊക്കെ എഴുതി വെക്കും? ഒരേ കാര്യം പറയണ്ട, പൊതുവെ പറഞ്ഞാൽ മതി. സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, പത്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, ടിവിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇതുപോലെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇത്രയൊക്കെ എഴുതി വെക്കുന്നുള്ളൂ. ക്ലാസ്മേറ്റ്സിന്റെ പേര് കുറെ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ അടുത്തിരി പഠിച്ചവരാകുമ്പോൾ നമ്മൾ മറന്നു. അതുകൊണ്ട് ഓരോ കൊല്ലത്തെ കുട്ടികളുടെ പേര് എഴുതി വെക്കാം, ഇല്ലേ? ഹരിക്കെയിൻ വരുമ്പോൾ ഉദാഹരണത്തിന് സാൻഡി വന്നത് എന്നാണെന്ന് എഴുതി വെക്കാം, ഇല്ലേ? എഴുതി വെച്ചോ? ഇല്ല. അന്ന് ന്യൂയോർക്കിൽ എത്ര അടി വെള്ളം കയറി എഴുതി വെക്കാം. എത്ര അടി വെള്ളം കയറി? സാൻഡി വന്നപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ എത്ര അടി വെള്ളം ഉയർന്നു? ഇപ്പൊ തന്നെ നമുക്ക് ഓർമ്മയില്ല. അന്ന് തന്നെ എഴുതി വെച്ചിരുന്നെങ്കിൽ 10, 15, 50 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ പറയും 99-ലെ വെള്ളപ്പൊക്കത്തിലാണ് നീ ജനിച്ചത്. ന്യൂയോർക്കിലെ 13 അടി വെള്ളം ഉയർന്നു. അടുത്ത് വരുന്ന ഹരിക്കെയിൻ ഏതാണ്? ഇനി ഉടനെ ഉണ്ടാകാൻ പോകുന്ന, അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന ഹരിക്കെയിൻ
അടുത്ത ഹരിക്കെയിൻ ഉടനെ ഉണ്ടാകാൻ പോവുക ഏതാണ്? ആരും പറയാം? കേട്ടിട്ടില്ലേ? അമേരിക്കയിൽ ഉടനടി ഒരു ഹരിക്കെയിൻ ഉണ്ടാകാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഏതാനും ദിവസം മുമ്പ്. ഏത് ഹരിക്കെയിനാണ്? ഹരിക്കെയിനുകൾക്കൊക്കെ മുൻകൂർ നമ്മൾ പേരിട്ട് വെച്ചിരിക്കുക. ഓരോ കൊല്ലം 2012 ഉണ്ടാകുന്നത്, 2013 ഉണ്ടാകുന്നത്, ഓരോ ഹരിക്കെയിനും മുൻകൂട്ടി പേരിട്ടിരിക്കുകയാണ്. അടുത്ത് വരാൻ പോകുന്ന ഹരിക്കെയിൻ ജനലിലൂടെ മോശമാണല്ലോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിലൊക്കെ അധീന. ഞാനിത് വാചകം അടിക്കുന്നില്ല. അടുത്തുണ്ടാകാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അധീന എന്ന് പറയുന്ന ഹരിക്കെയിൻ വരും. അധീന. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങൾ എഴുതി വെക്കാം. അപ്പൊ എന്തിനാണ് നമ്മളെ സൂക്ഷിക്കുന്നത്? മാതൃഭൂമിയാണോ, മംഗളമാണോ, വനിതാ ആരോഗ്യത്തിന്റെ ആണോ? ഏത് ഡയറിയും സൂക്ഷിക്കാം. പക്ഷെ ഡയറികൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡയറികൾ സൂക്ഷിച്ചാൽ 10-40 കൊല്ലം സൂക്ഷിക്കുമ്പോൾ 40 എണ്ണം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ഇല്ലേ? കുറെ കഴിയുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്യാവശ്യ കാര്യങ്ങൾ ഒരു 200 പേജിന്റെയോ 300 പേജിന്റെയോ 400 പേജിന്റെയോ ബുക്കിൽ എഴുതി വെക്കുക. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇല്ലേ? അപ്പൊ അത് ചെയ്യുക ചെയ്യാത്തവര്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊരു ആരോഗ്യത്തിൻ്റെതായ ഒരു ഡയറി സൂക്ഷിക്കണം. നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഡയറി സൂക്ഷിക്കണം. ഒരു 200 പേജിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങളുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സുകളെ രേഖപ്പെടുത്തി വെക്കണം. എന്താണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്? നിങ്ങളുടെ പൊക്കം, നിങ്ങളുടെ തൂക്കം, പിന്നെ തിരിച്ചറിയാനുള്ള മറുകള്. പൊക്കം അറിയാവുന്ന എത്ര പേരുണ്ട്? തൂക്കം അറിയാവുന്ന എത്ര പേരുണ്ട്? പൊക്കവും തൂക്കവും തമ്മിലുള്ള ബന്ധം അറിയാവുന്ന എത്ര പേരുണ്ട്? വെയിറ്റിനേക്കാൾ 100 കൂടുതലാണ്. ശരിയാണോ? വെയിറ്റിനേക്കാൾ 100 കൂടുതലാണ് ഹൈറ്റ്. ശരിയാണോ? കറക്റ്റ് പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്, എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇംഗ്ലണ്ടിലൊക്കെ പഠിക്കും. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലണ്ടിലെ കാര്യം ഇവിടുത്തെ കാര്യവും താരതമ്യം ചെയ്യാൻ സാധിക്കും. നമ്മൾ ലോകമെമ്പാടുമുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു 14-കാരനുള്ളതിലും വളരെ കുറഞ്ഞ അറിവേ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഉള്ള 14-കാരനുള്ളൂ. നിങ്ങളൊരു ടെസ്റ്റ് എഴുതാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ അത്രയും മാർഗം നിങ്ങളുടെ പ്രായം